പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി സർവശക്തനായ യേശുനാഥൻ നമ്മെ അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ക്ലാസ് ഇടണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. കാരണം വീണ്ടും മരങ്ങൾ ഒടിച്ച് കറണ്ടിൻ്റെ ലൈനിലിട്ടു. അങ്ങനെ ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റിയില്ല, ഇന്നലെ കറണ്ടില്ലായിരുന്നു. ഇന്ന് കറണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ക്ലാസ് ഇടുകയാണ്. മിനിഞ്ഞാന്നിട്ട ക്ലാസ് നിങ്ങൾ കേട്ടാണ്. കൂടുതൽ ജാഗ്രത, കൂടുതൽ ശ്രദ്ധ, കൂടുതൽ തീക്ഷ്ണമായ ഒരു ജ്വലനം ആത്മാവിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം ഒരു ജാഗ്രതയെപ്പറ്റി, ഇത്രമാത്രം ഒരു ശ്രദ്ധയെപ്പറ്റി, സൂക്ഷ്മതയെപ്പറ്റി വീണ്ടും 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 ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ക്ലാസ്സുകളിലെല്ലാം ചിലർക്കൊക്കെ വിരക്തി തോന്നുന്ന അല്ല വിരസത തോന്നുന്ന ചില വാക്കുകൾ ധാരാളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സൂക്ഷ്മമായി ശ്രദ്ധിക്കുക, യേശുവിനെ ഓർത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിൻ്റെയും അവസാന ഘട്ടം അടുത്തു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് വീണ്ടും 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 ഉത്ബോധിപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, പറയുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലെ എല്ലാ ധ്യാന സെൻ്ററുകളും ഉടൻ തന്നെ നിന്നു പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം കോവിഡ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ധാരാളം ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം അവിടെ നിലച്ചു പോകുന്നു. റോഡിൻ്റെ ഹൈവേ പലതും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ആ റോഡിൻ്റെ ഗതാഗതം അവിടെ നിലച്ചു പോകുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് റെഡ് അലേർട്ടുകൾ ജില്ലകളിൽ വരുന്നു, സംസ്ഥാനം മൊത്തമായിട്ട് വരുന്നു. മരണം, കേരളത്തിൽ തന്നെ എത്രയോ മരണങ്ങൾ ഈ വെള്ളപ്പൊക്കത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ പ്രതിസന്ധി മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 2018 മഹാപ്രളയം എന്ന പോലെ ഒരു പ്രളയം വന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം അതിൻ്റെ തുടർച്ച എന്നവണ്ണം ചൂരൽമലയിൽ, വയനാട്ടിൽ ചൂരൽമലയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി, അനേകം ആളുകൾ മരിച്ചു. ഇനി നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയായി മുല്ലപ്പെരിയാർ നിൽക്കുന്നുണ്ട്. മറ്റ് പലവിധ പ്രതിസന്ധികളും നമുക്കിതാ മുന്നിൽ വന്നിരിക്കുന്നു. ഒരു കപ്പൽ മുങ്ങിയതിൻ്റെ പേരിൽ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവിതവും വലിയ പ്രതിസന്ധിയിലായിരുന്നു. മത്സ്യം വാങ്ങാൻ ആളില്ല മാർക്കറ്റുകളിൽ എന്ന് പറയുന്നു. മത്സ്യത്തെ മേടിച്ച് കഴിക്കാൻ സംശയദൃഷ്ടിയോടെ ഭയപ്പെടുന്നു മനുഷ്യൻ. കാരണം അതിൻ്റെ കെമിക്കലുകൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ പെട്ടെന്ന് മരിച്ചേക്കുമോ എന്ന് ചിന്തിക്കുന്നു. മരണം മറ്റെല്ലാ കാലഘട്ടത്തെക്കാളും ഒരു പിടി അടുത്ത് നമ്മുടെ വന്നിരിക്കുന്നു. ഏറ്റവും മരണം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കാലഘട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങൾ. ഇത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനിട്ട ആ ക്ലാസ്സിനകത്ത് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയേണ്ടത് ഒരു വിശുദ്ധീകരണ പ്രക്രിയയ്ക്കാണ്. വലിയ നല്ല ഒരു ശക്തമായ കുംഭസാരം. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറയുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എങ്ങനെ മനുഷ്യൻ പാപമോചനം നേടിയിരുന്നു, യേശുക്രിസ്തുവിൻ്റെ വരവിൽ യേശുക്രിസ്തു എന്താണ്, സർവശക്തനായ ഈശോനാഥൻ എങ്ങനെയാണ് പാപമോചനത്തെ നമ്മളെ പഠിപ്പിച്ചത്, അപ്പസ്തോല പ്രവർത്തനത്തിൽ പാപവിമോചനത്തെപ്പറ്റി, പാപത്തിൽ നിന്ന് വിടുതൽ നേടുന്നതിനെപ്പറ്റി എന്താണ് എഴുതി വച്ചത്, വെളിപാട് ഗ്രന്ഥത്തിൽ പാപത്തെ സംബന്ധിച്ച്, തിന്മയെ സംബന്ധിച്ച് അതിൽ നിന്ന് മോചനം നേടേണ്ടത് എങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നാം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവർ ഉടൻ നിങ്ങൾ അറിയണം. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ യാത്രകളും ഒക്കെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം നിന്നു പോവുകയാണ്. എല്ലാ ധ്യാന സെൻ്റർ, എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ ധ്യാന സെൻ്ററുകളിൽ കുമ്പസാരിക്കാനും ധ്യാനം കൂടാനും തൻ്റെ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാനും വേണ്ടി ഓടി ഓടി ധ്യാന സെൻ്ററുകളിലേക്ക് വരുന്നത്. എത്രയോ പേര് വരുന്നു. നമുക്കറിയാം അണക്കര പോലുള്ള സ്ഥലങ്ങൾ, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങൾ, മറ്റെല്ലാ ധ്യാന സെൻ്ററുകളിലും ധാരാളം ആളുകൾ വന്ന് വിശുദ്ധീകരണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാലഘട്ടങ്ങൾക്കുള്ളിൽ എന്നേക്കുമായി നിന്നു പോവുകയാണ്. കാരണം
കോവിഡ് വ്യാപനം വന്നാൽ അത് വലിയ പ്രതിസന്ധി. ഇറാനുമായിട്ടൊരു യുദ്ധം വന്നാൽ പെട്രോൾ ഡീസൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതോടുകൂടി ഭക്ഷണം ഇല്ലാതെ വരും. അത് വലിയ പ്രതിസന്ധികളിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക്, വലിയ മഹാ അസ്വസ്ഥതകളിലേക്ക്, പട്ടിണി മരണങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക്, ആശുപത്രിയിലുള്ള സംവിധാനങ്ങളുടെ ശൂന്യതയിലേക്ക് ഒക്കെ ഇത് മനുഷ്യനെ കൊണ്ടെത്തി. അതുകൊണ്ട് കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ തന്ന ഫിലാദൽഫിയയിലെ സഭയ്ക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ സപ്താത്മാക്കളിൽ ഒരാത്മാവ് എഴുതിയത് ഇപ്രകാരമാണ്. അവിടുന്ന് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം 11-ാം തിരുവചനം അവിടുന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ ഇന്നലെ സംസാരിച്ചത് നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ അത് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു, അതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇതാ വേഗം വരുന്നു. 11-ാം തിരുവചനം, ഞാൻ വേഗം വരുന്നു. നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കിരീടം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു കിരീടമുണ്ട്. നമ്മുടെ ശിരസിൽ നമുക്കറിയാം, നമ്മൾ ആദ്യ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു വട്ടത്തിലൊരു കിരീടം വെക്കും. ഒരു എന്താ പറയുക, ഒരു മുടി വെക്കും. മുടി ഇങ്ങനെ വട്ടത്തിൽ മുടി വെക്കും. അതൊരു കിരീടമാണ്. ആ കിരീടത്തിനർത്ഥം എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിൽ ഒരു രാജകുമാരനായി മാറിയിരിക്കുന്നു, രാജകുമാരിയായിട്ട് മാറിയിരിക്കുന്നു. എൻ്റെ രാജാവ് സർവശക്തനായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മകനായി ഞാൻ രാജകുമാരനായി ഇതാ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ള നീ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ അത് ഒരു ഒന്നാമത്തെ കിരീടമാണ്. രണ്ടാമത്തെ കിരീടമാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്ന പ്രക്രിയകൾ. പഴയകാലത്ത് സ്ഥൈര്യലേപനം, ഇന്നത്തെ കാലത്തിന് പരിശുദ്ധ കുർബാന, ആദ്യ കുർബാനയുടെ കൂടി തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ കിരീടമാണ് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയായ പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ നമ്മുടെ കിരീടമാണ് നമ്മുടെ സഭ, നാം ആയിരിക്കുന്ന നമ്മുടെ ആ സംവിധാന കൂട്, ആ ചട്ടക്കൂട്, അതിലെ അംഗത്വം, അതിൻ്റെ ആ മഹത്വം, അതൊരു കിരീടമാണ്. ഞാൻ ഇന്ന സഭയിലെ അംഗമാണ്. നാലാമത്തെ നമ്മുടെ കിരീടമാണ് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചനം. വചനം എനിക്ക് ഒരു ആഭരണമാണ്. ദൈവവചനം, ക്രിസ്തുവചനം എനിക്കൊരു കിരീടമാണ്. ക്രിസ്തുവചനം എനിക്കൊരു മഹത്വമാണ്. ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയ ശക്തിയാണ്, എനിക്കൊരു അഭിമാനമാണ്, എനിക്കതൊരു ശക്തിയാണ്, എനിക്കതൊരു ഹരമാണ്, എനിക്കതൊരു തീഷ്ണതയാണ്, എനിക്കതൊരു ജ്വലനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ള നീ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് തന്ന ഈ കൃപകൾ, ഈ ശക്തികൾ, ഈ വചന കിരീടങ്ങൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയുടെ കിരീടങ്ങൾ ആരെങ്കിലും കവർന്നെടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും? പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കേണ്ടത്, അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുന്ന് വെളിപാട് 18:3-ലും 18:5-ലും അത് എഴുതിയിട്ടുണ്ട്. ഒന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണെങ്കിലും കൂട്ടി പറയാതിരിക്കാൻ പറ്റിയില്ല. അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായി വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അവിടുന്ന് കുറച്ചുകൂടി താഴ്ത്തു വന്ന കർത്താവിന്, എൻ്റെ ജനമേ, അവിടുന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും.
അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണ്? ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? നിൻ്റെ വിജയം വരിക്കുന്ന ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു സ്തംഭമാക്കും. നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ആ കിരീടം ആര് കവർന്നെടുക്കും എന്ന് ഈ കാലഘട്ടത്തിലെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് പറയുക. അല്ലാതെ നമ്മൾ 2025 ഇരുന്നുകൊണ്ടാണ് ഈ വചനം പഠിക്കുന്നത്. അല്ലാതെ ഇത് എഴുതി വെച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വചനമല്ല. എഴുതി വെച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ നാം പഠിക്കുന്നതും നാം ഗ്രഹിക്കുന്നതും 2025 അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ കാലഘട്ടത്തിൽ എൻ്റെ കിരീടത്തെ ആര് കവർന്നെടുക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവർ ഈ വചനങ്ങൾ പറയുന്നത്. അത് കർത്താവ് പറയാണ്, ഒന്ന് കവർന്നെടുത്തത് ആരാണെന്ന് കർത്താവ് പറയാണ്. അപ്പോൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതവുമായി നമ്മുടെ ആത്മാവ് വസിക്കുന്ന ഹൃദയത്തിലാണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ആദ്യ കുർബാന സ്വീകരിച്ചപ്പോഴോ, സ്ഥൈര്യ ലേപനം സ്വീകരിച്ചപ്പോഴോ, വചനം കേട്ടപ്പോഴോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴോ, കൂദാശകൾ സ്വീകരിച്ചപ്പോഴോ ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എങ്ങോട്ട് പോയി? അത് പറയുകയാണ്, ഭീവത്സമായ സകല പക്ഷികളും എൻ്റെ ആത്മാവിലേക്ക് കയറിക്കൂടിയത് എൻ്റെ ശിരസിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കിരീടം കവർന്നെടുത്തുകൊണ്ട് പോയത്, നഷ്ടപ്പെടുത്തി കളഞ്ഞത്, നഷ്ടപ്പെട്ടു പോയത് നാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, അത് പഠിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് നാം പാനം ചെയ്തു. ഭോഗാസക്തി എന്ന് പറഞ്ഞത് എന്താണ്? ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, അസ്ഥികളെ നശിപ്പിക്കുന്ന ജഡവികാരത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. ഭോഗാസക്തി എന്ന് പറഞ്ഞാൽ അമിതമായ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ലിമിറ്റേഷൻ വിട്ട് അതിൻ്റെ അതിർവരമ്പുകൾ കടന്ന് അതിൻ്റെ നിയമാവലിക്ക് ചട്ടത്തിന് പുറത്ത് കടന്ന് അന്യ സ്ത്രീകളുടെ സംഭാഷണങ്ങൾ, അവരുടെ ഡാൻസുകൾ, ശരീരത്തിൻ്റെ ആകൃതികൾ, അതിൻ്റെ നിറങ്ങൾ, കളറുകൾ, സംഭാഷണങ്ങൾ, അതെല്ലാം നാം അറിയാതെ ഇന്നത്തെ മീഡിയ വഴിയോ ഉപകരണങ്ങൾ വഴിയോ സിനിമ വഴികളോ ഒക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മിൽ നിന്നും ദൈവത്തിൻ്റെ കിരീടം, ആത്മാവിൻ്റെ വിശുദ്ധിയുടെ കിരീടം നഷ്ടപ്പെട്ടു പോകുന്നു. മറ്റുള്ളവർ കവർന്നെടുക്കുന്നു. പക്ഷേ നാം അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് നാം പാനം ചെയ്തു, നാം അത് കുടിച്ചു. അശുദ്ധ സംഭാഷണത്തിൻ്റെ, അശുദ്ധ കാഴ്ചകളുടെ, അശുദ്ധ ഡാൻസുകളുടെ, അശുദ്ധ ശരീര പ്രദർശനങ്ങളുടെ അതൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കിരീടം മറ്റുള്ളവരെ കവർന്നെടുത്തത് നാം അറിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. അപ്പോൾ കർത്താവ് പറയാണ്, അതെങ്ങനെയാണ് എടുത്തുകൊണ്ട് പോയത്? ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വിചാരം ചെയ്തു, അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ എല്ലാം ചോദ്യം ഉത്തരം ഇതിൽ തന്നെയുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. കാരണം ഇനി ഒരു വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒരു കാലഘട്ടമില്ല. നമുക്കൊരു 10, 30, 40 വർഷം കൂടെ ഒരുങ്ങാനുള്ള സമയമുണ്ട്. ചിന്തിക്കാണ്ട് പീരീഡില്ല, സമയമില്ല. പ്രിയപ്പെട്ടവരെ, അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി, അതായത് ഭോഗാസക്തി തരുന്ന, സുഖഭോഗം തരുന്ന, ജഡവികാരത്തെ തരുന്ന വസ്തുക്കളായ ഇന്നത്തെ വ്യാപാരികളുടെ വസ്തുക്കൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, സിനിമാ തിയേറ്ററുകൾ, ഇന്നത്തെ ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇതെല്ലാം ഇതോടനുബന്ധിച്ച് വരുന്ന സംവിധാനങ്ങൾ. ആ വ്യാപാരികൾക്ക് പണം കൊടുത്ത് നമ്മൾ ആ വസ്തുക്കൾ വാങ്ങിയപ്പോൾ നമ്മളിലേക്ക് ഇതെല്ലാം കണ്ടപ്പോൾ കയറി വന്നത് അശുദ്ധാത്മാക്കളും ഭീവത്സമായ സകലപക്ഷിയുടെ ദുരാത്മാക്കളുമാണെന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കാണുന്നതുമായ വസ്തുക്കൾ എന്താണ് എന്നോർത്തിട്ട് വേണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും, നമ്മുടെ വിശുദ്ധിയിൽ നിന്നും, നമ്മുടെ ശിരസിലിരുന്ന ആ കിരീടം, വിശുദ്ധിയുടെ കിരീടം, ക്രിസ്തുവിൻ്റെ കിരീടം, ക്രിസ്തുവിൻ്റെ വചനമാകുന്ന കിരീടം, ആത്മജ്ഞാനമാകുന്ന കിരീടം, വിശുദ്ധിയാകുന്ന കിരീടം, സത്യസന്ധമാകുന്ന കിരീടം, നീതിയാകുന്ന കിരീടം നമ്മൾ ഇന്ന് മറ്റുള്ള ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്ന്
പരിശോധിക്കാനുള്ള സമയമാണിത്. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, എങ്ങനെയാണിത് പോയെന്ന് കർത്താവ് വീണ്ടും പറയുന്നത്, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു, ദൈവം അവളുടെ അതിക്രമങ്ങളെ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 18 തന്നെ 5-ാം തിരുവചനത്തിലേക്ക് പറയണ, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ സംഭവങ്ങളും പാപത്തിൻ്റെ ഒരു കൂമ്പാരമാണ്. കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് തള്ളി നമ്മളിങ്ങനെ ഒന്ന് തള്ളി മാറ്റി, ഒന്ന് തള്ളി മാറ്റി, ഒന്ന് തള്ളി മാറ്റി, ഒന്ന് തള്ളി മാറ്റി, ഇങ്ങനെ കൂടി 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 അതിങ്ങനെ ആകാശത്തോടും ലാസ്റ്റ് എന്തായി? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇപ്പോൾ എവിടെയാണുള്ളത്? ബഹിരാകാശത്തെ നിലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട നിലയങ്ങളിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം കാണുമ്പോൾ നാം ഓർത്തോണം, നാം പഠിച്ചോണം. നമുക്ക് കർത്താവ് പറയണ, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തെത്തിപ്പെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വരവിങ്ങെത്തി. അവിടുന്ന് പലപ്പോഴായിട്ട് പറയുകയാണ്, ഇത് 2000 ആണ്ട് മുമ്പ് എഴുതിയതാണ്. സഫാനയുടെ പുസ്തകത്തിലൊക്കെ എഴുതിയാണെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു, അത് അതിവേഗം വരുന്നു എന്ന് സഫാനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. എന്താണ് കാത്തു സൂക്ഷിക്കേണ്ടത്? എൻ്റെ വിശുദ്ധിയെ ഞാൻ കാത്തു സൂക്ഷിക്കണം, എൻ്റെ ദൈവജ്ഞാനത്തെ ഞാൻ കാത്തു സൂക്ഷിക്കണം, എൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രാവ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് എപ്പോഴും പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ സ്ഥാനത്ത് കഴുകനോ കോഴിയോ പരുന്തോ മറ്റ് പക്ഷികളോ ഭീകരപക്ഷികളോ കടവാവലോ അല്ലെങ്കിൽ അതുപോലുള്ള ഭീകരജീവികളൊക്കെ കയറിയിരുന്നാൽ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവ് ഇറങ്ങിപ്പോവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശിരസിലെ കിരീടം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധി എന്ന ആ സത്യം നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. പരിശുദ്ധി എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിരീടം നമ്മുടെ ശിരസിൽ തന്നെ ഉണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. കർത്താവ് സ്ഥാപിച്ചെങ്കിൽ കർത്താവ് അത് അവിടെ വയ്ക്കുക തന്നെ ചെയ്യും. എന്നാൽ നമ്മുടെ സുഖഭോഗ വസ്തുക്കളും നമ്മുടെ ജഡിക ആഗ്രഹങ്ങളും ജഡമോഹങ്ങളും കണ്ണിൻ്റെ ദുരാശയും ദുഷിച്ച നമ്മുടെ പ്രവണതകളും ജഡത്തെ നമ്മുടെ കണ്ണുകളിൽ കൂടെ വലിച്ച് അശുദ്ധാത്മാക്കൾക്ക് വിട്ടുകൊടുത്തെങ്കിൽ ഇത് നഷ്ടപ്പെടും. നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു എന്ന് ഓർത്തോളണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, ബാക്കിയോട് കേൾക്കണം പ്രിയപ്പെട്ടവരെ. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നിത്യജീവൻ വസിക്കുന്ന സ്വർഗീയ മഹത്വമുള്ള ആ ജെറുസലേം എന്ന് പറയുന്ന ആ മനോഹര നഗരമാണ്. അത് സ്വർഗീയ ജെറുസലേമാണ്. അത് നിത്യജീവനാണ്, നിത്യജീവനുള്ള സ്ഥലമാണ്, അത് സ്വർഗരാജ്യമാണ്. ആ ദൈവത്തിൻ്റെ ആലയം സ്വർഗരാജ്യത്തിൽ ഒരു സ്തംഭമാക്കും. എന്താണ് പ്രിയപ്പെട്ട ഒരു സ്തംഭം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ വലിയ നഗരങ്ങളുടെയൊക്കെ പ്രധാന ജംഗ്ഷനുകളിൽ മഹാത്മാഗാന്ധിജിയുടെ ഒരു ശിരസ് നമുക്ക് കാണാൻ പറ്റും. മഹാത്മാഗാന്ധിജി നിൽക്കുന്നതോ അല്ലെങ്കിൽ വടി കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഒരു ഇവിടെ ഇത്രയും ഭാഗം മാത്രമായിട്ട് ഈ മേലോട്ട് ശിരസ് മാത്രമായിട്ട് കണ്ണാടിയൊക്കെ വെച്ച് ഗാന്ധിജിയുടെ ഇത് ശിരസ് കാണാം. എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു സ്തംഭമാക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും നോക്കിക്കാണാൻ, എപ്പോഴും പഠിക്കുവാൻ, എപ്പോഴും ചിന്തിക്കുവാൻ, എപ്പോഴും കാണുവാൻ, എപ്പോഴും ബഹുമാനിക്കുവാൻ, എപ്പോഴും ആരാധിക്കുവാൻ ഒരു സ്തംഭം പോലെ, ഒരു പ്രതിമ പോലെ നമ്മുടെ മുമ്പിലേക്ക് എന്നും കാണാവുന്ന ഒരു വ്യക്തിയെപ്പോലെ കർത്താവ് നമ്മെയും നിത്യജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ ഒരു സ്തംഭം പോലെ എന്നും നമ്മെ ഓർമ്മിക്കുന്ന വ്യക്തിയായി, എന്നും നമ്മളെ കാണുന്ന വ്യക്തിയായി, എന്നും നമ്മളെ ആദരിക്കുന്ന വ്യക്തിയായി, എന്നും നമ്മളെ മഹത്വമുള്ള വ്യക്തിയായി കർത്താവ് തൻ്റെ ആലയത്തിൽ എന്നെ സ്ഥാപിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വിജയം ഭരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്തംഭമാകും, അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. പിന്നീട് ഇത്തരം വ്യക്തികൾക്ക് ഒരിക്കലെങ്കിലും ആ ആലയത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പുറത്തേക്ക് പോകാൻ പുറമെന്നവരുടെ സ്ഥലം പോലും ഇല്ല, അതിൻ്റെ ആവശ്യം മനസ്സിൽ തോന്നുക പോലുമില്ല പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് താൻ പുറത്തു പോകില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നാണ്. പുതിയ ജെറുസലേമിൻ്റെ സ്വർഗരാജ്യത്തിൽ ആ ജെറുസലേമിൻ്റെ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നാണ്. യാഹ്വേ ഷാമ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാ ഞാൻ, ഇതാ ദൈവം, ഇതാ. നമ്മളിപ്പോൾ ഒരു വസ്തു കാണിച്ചിട്ട് പറയാണ് ഇതാ ഒരു പേന, ഇതാ ഒരു പേന എന്ന് നമ്മളിങ്ങനെ കാണിച്ചാൽ എന്താ പറയുക? ആ പേനയെ നമുക്ക് കണ്ടുകൊണ്ട് കാണാം. ആ തൊട്ടുമ്പിൽ ആ പേന എന്ന വസ്തു കണ്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇതാ വസ്തു എന്നതുപോലെ ഇതാ ദൈവം. അതാണത് യാഹ്വേ ഷാമ. ആ ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ആരാണ്? അതാണ് രാജാവ്, യേശു ക്രിസ്തുവാകുന്ന രാജാവ്. യേശു ക്രിസ്തു എന്ന രാജാവ്, ദ കിങ് ഓഫ് ദ കിങ്, എല്ലാ ദേവന്മാരുടെയും ദേവൻ, എല്ലാ രാജാക്കന്മാരുടെയും രാജാവ്, എല്ലാ ആശയങ്ങളുടെയും ആശയരൂപത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം എന്ന ആശയം, ക്രിസ്തു എന്ന ആശയം, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ഏക സത്യദൈവം. ഏതൊരു ദൈവത്തെക്കാളും യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ശക്തമായ മഹത്വം എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കാൻ കെൽപ്പുള്ളവൻ, കഴിവുള്ളവൻ, അത് കാണിച്ചു തന്നവൻ, സ്വന്തം ശരീരത്തെ ഈ ലോകത്തിലെ ഭൂമിക്കടിയിലേക്ക് മരണത്തോടെ എടുത്തു മാറ്റപ്പെട്ടതിനു ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ശരീരത്തോടു കൂടി പുറത്തേക്ക് വന്ന് മനുഷ്യരുടെ കൂടെ വസിച്ച, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച്, കൂടെ ഭക്ഷിച്ച്, കൂടെ നടന്ന ഒരു യേശു ക്രിസ്തു. ഇതുപോലൊരു ദൈവത്തെ ഈ ഭൂമിയിൽ ഒരിടത്തും മനുഷ്യന് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ക്രൂശുമരണവും ഏറ്റവും മഹത്വമുള്ളമായി മാറിയത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, എൻ്റെ നാമം, പുതിയ നാമം ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് ഇതാ ഞാൻ വേഗം വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വരവ്, യേശുക്രിസ്തുവിൻ്റെ വരവ് അത്യാസന്നമായിരിക്കുന്നു. അത് ഉടനെ ഇങ്ങോട്ട് എത്താൻ പോവുകയാണ്. ചുരുങ്ങിയ കാലഘട്ടങ്ങളെ നമ്മളുള്ളൂ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞത്, യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വീണ്ടും പറയേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മാസം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും ദൈവത്തിൻ്റെ വരവിൻ്റെ മഹാദിനത്തിലേക്ക് നമ്മൾ അടുത്തടുത്തടുത്ത് വരികയാണ്. അത് കർത്താവ് പറയുന്ന മറ്റൊരു വചനോട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇങ്ങനെയാണ് എഴുതിക്കെട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ വചനത്തെ കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകാൻ. അതിപ്രകാരമാണ്. സർവശക്തനായ ദൈവം ഇത്തരം കാര്യങ്ങളെ ചില പ്രവാചകന്മാരെ ഏൽപ്പിക്കുമെന്നും ആ പ്രവാചകന്മാരിലൂടെ കർത്താവ് അത് വ്യക്തമായി മറ്റുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും എന്നാണ് കർത്താവ് അറിയിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കർത്താവിനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വരവ് അടുത്തു വരുന്ന സമയമാണിത്. നമുക്കിനി നന്നായിട്ടൊന്നും ഒരുങ്ങാനുള്ള സമയമില്ല, നമ്മൾ വീണ്ടും ഓർമ്മിക്കണം. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള ശക്തമായ ഒരു വീക്ഷണം അതിൻ്റെ തലച്ചോറിൽ ഞാൻ കരുതി വെക്കണം. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 5-8 കൊല്ലം പഠിക്കാനുള്ള അവസരങ്ങളുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇനി വിദേശ ഭാഷ പഠിച്ച് വിദേശത്തേക്ക് പോകാമെന്ന് വിചാരിക്കരുത്. ഇനിയൊരു വലിയ രാജ്യത്തേക്ക് ചേക്കേറി അവിടെ വലിയൊരു ജോലിയും അവിടെ സെറ്റിലാകാമെന്ന് വിചാരിക്കരുത്. കാരണം നമുക്കറിയാം, ട്രംപ് അവിടെ നിന്നുള്ള മലയാളികളെയും അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളെയൊക്കെ അവിടെ പുറന്തള്ളുകയാണ്. ഒരു ഏതാനും എപ്പിസോഡിലേക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ജെറുസലേം ദേവാലയത്തിലെ മേശ തട്ടിമറിച്ചതുപോലെ നമ്മുടെ സമ്പത്തിൻ്റെയും നമ്മുടെ ആഠ്യത്വത്തിൻ്റെയും നമ്മുടെ വരുമാനത്തിൻ്റെയും മേശകൾ സർവശക്തനായ ദൈവം തന്നെ തട്ടിമറിക്കും. അത് തട്ടിമറിക്കുന്നത് കൊണ്ടാണ് വിദേശത്ത് പോയവർക്ക് അവിടെ തിരിച്ചു പോരേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെയാണുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തെത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങുക. പ്രത്യേകിച്ചും
കൊറോണ കേരളത്തിൽ വ്യാപകമായി വന്നാൽ നമ്മുടെ ധ്യാനങ്ങളും സംവിധാനങ്ങളും എന്നേക്കുമായിട്ട് നിന്നുപോകും. പിന്നെ അത് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ആരും വിചാരിക്കരുത്. 2018 വെള്ളപ്പൊക്കമുണ്ടായി, അപ്പം പിന്നെ ഒരു വെള്ളപ്പൊക്കമില്ലാത്ത കാലഘട്ടം വന്നു എന്നതുപോലെയല്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു കൊറോണ വന്നിട്ട് വീണ്ടും കൊറോണ നശിപ്പിക്കുകയും കൊറോണ ഇല്ലാതാവുകയും വീണ്ടും സാധാരണ ജീവിതം ലോകത്ത് നടമാടുകയും ചെയ്തല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇനി ഒരു കൊറോണ വന്നാൽ അതൊരിക്കലും പരിഹാരമായിട്ട് വരുമെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇനി വരുന്ന കൊറോണയുടെ ശക്തി അതിഭയാനകമായിരിക്കും. അത് മനുഷ്യരാശിയെ നല്ലൊരു ശതമാനത്തെ നശിപ്പിച്ച് അടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് നിമിഷവും നമ്മുടെ മുമ്പിൽ ഒരു മരണത്തെ മുന്നേ കണ്ടുകൊണ്ട് ജീവിക്കണം നമ്മൾ. അതുകൊണ്ട് ഒരുങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് വിശുദ്ധീകരണ പ്രക്രിയ. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം വലിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് അതിൻ്റെ ഉപകരണങ്ങൾ, മൊബൈലാണെങ്കിൽ മൊബൈല്, ടെലിവിഷനാണെങ്കിൽ ടെലിവിഷന്, മറ്റേതെങ്കിലും പത്രമാസിക മീഡിയകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശീലങ്ങളാണെങ്കിൽ അത്, മദ്യപാനമാണെങ്കിൽ അത്, പുകവലിയാണെങ്കിൽ അത്, ഇനി സിനിമ തിയേറ്ററിൽ പോകുന്ന സ്വഭാവമാണെങ്കിൽ അത്, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, എന്തെല്ലാം എൻ്റെ ആത്മാവിന്, എൻ്റെ കിരീടത്തിന് ദോഷമായി എന്തെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം നിഷ്കരണം പുല്ല് പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ കിരീടമെന്നും എൻ്റെ യേശു ക്രിസ്തുവിന് അപ്പുറത്തേക്ക്, മരിച്ചവരെ ഓർപ്പിക്കുന്ന എൻ്റെ ക്രിസ്തുവിൻ്റെ നിത്യതയുടെ മഹത്വത്തിന് അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്റ്റെപ്പല്ല 9 സ്റ്റെപ്പ് യേശുവിൻ്റെ അടുത്തേക്ക് ഉടൻ വരാൻ സമയമായി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ തീക്ഷ്ണതയോടെ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുകയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വചനത്തെയും നാം എവിടെ എത്തിയെന്നറിയാനാണ് ഇത്തരം വചനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇതാ ഞാൻ വേഗം വരുന്നു പറഞ്ഞാൽ ഈശോക്ക് വരാറായി. അത് കർത്താവ് ഒരു വചനത്തിൽ കൂടെ കർത്താവ് എഴുതി വെച്ച വചനം ആ കാലഘട്ടത്തെ ഓർത്താണ് നമ്മൾ പഠിക്കേണ്ടത്. 2025 ഇരുന്നു കൊണ്ട് നമ്മൾ ഇതാ ഞാൻ വേഗം വരുന്നു പറയുമ്പം കർത്താവ് എത്താൻ അടുത്തായി. അതേസമയത്ത് ഒരു 200 വർഷം പുറകെ ഒരു 1500 1400 കാലഘട്ടങ്ങളിൽ AD 1400 ഇരുന്നുകൊണ്ടാണ് ഒരു വചന പ്രഘോഷകൻ ഇത് പറയുന്നെങ്കിൽ ഇതാ കർത്താവ് വേഗം വരാറായി എന്ന് പറഞ്ഞാൽ വീണ്ടും 600 വർഷം മുന്നോട്ട്, 1400 പറഞ്ഞെങ്കിൽ 600 വർഷം പിന്നെയും മുന്നോട്ട് കിടക്കുകയാണ്. ആ 600 വർഷം കിടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പിന്നെയും കിടക്കുകയാണ്. എന്നാൽ ഇനി നമ്മുടെ മുമ്പിൽ ഒരു നൂറ്റാണ്ടുകളില്ല, ഒരു 10 വർഷം എന്ന് പറയാനില്ല. 2033 യുഗാന്ത്യമാണെന്ന് ഓർമ്മിച്ച് വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ തീക്ഷ്ണത, എത്രയും പെട്ടെന്ന് ധ്യാന സെൻ്ററുകളിലേക്ക് ഓടിക്കൊള്ളുക. എന്തെല്ലാം അശുദ്ധി നമ്മുടെ ഹൃദയത്തിലുണ്ടോ അതൊക്കെ വലിച്ചെറിഞ്ഞുകൊള്ളുക. പരിശുദ്ധിക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യുക. ജോലി സ്ഥലത്തുനിന്ന് ലീവ് എടുത്ത് പോകണമെങ്കിൽ ലീവ് എടുത്ത് പോകാം. എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബത്തോടെ ധ്യാന സെൻ്ററിലേക്ക് പോകാനും കുമ്പസാരിക്കാനും ഒരുങ്ങാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കിട്ടുന്ന അവസരം ഉപയോഗിച്ചുള്ള പ്രിയപ്പെട്ടവരെ. കാരണം ഇതെല്ലാം നിന്നു പോകാൻ ഉടൻ തന്നെ സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്. അതിനാൽ കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം. കർത്താവായ യേശു തിരുത്ത കൊണ്ട് എന്നെ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് വരെ നമ്മൾ കണ്ടും കേട്ടും പോയ എല്ലാ അശുദ്ധിയിൽ നിന്നും രക്ഷ നേടാൻ, വിമോചനം നേടാൻ കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്താൽ അഭിഷേകം ചെയ്യട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ.